വെൽക്കം ടു ഒലിവ്സ് കിച്ചൺ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്ട്രോഗനോഫ് വിത്ത് ബ്രോക്കലി ആണ്. ഇത് ഒരു ഓറിയൻ്റൽ ഡിഷാണ്. ഗാർലിക് കൊറിയാൻഡർ റൈസ് അല്ലെങ്കിൽ ഓർഡിനറി ബാസ്മതി റൈസിന് കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത്. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ കഷ്ണങ്ങൾ, ചിക്കൻ തൈസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് പീസസ് ആണ് എടുക്കുന്നത്. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും വേണം. പിന്നെ വേണ്ടിയത് ഒരു ചെറിയ സവാള, 5-6 കഷ്ണം വെളുത്തുള്ളി, 7-8 ഫ്ലോറക്സ് ബ്രോക്കലി, 100 ഗ്രാം മഷ്റൂം, 3/4 കപ്പ് ക്രീം, 1.5 കപ്പ് ചിക്കൻ സ്റ്റോക്ക്. ചിക്കൻ സ്റ്റോക്ക് റെഡിലി അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് മാഗി സൂപ്പ് ക്യൂബ് ഉപയോഗിച്ച് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി, 1 ടേബിൾ സ്പൂൺ മൈദ, വൂസ്റ്റർഷെയർ സോസ്, മസ്റ്റേർഡ് സോസ്, തൈം, ഒലിവ് ഓയിൽ, ബട്ടർ. ഇത്രയും ചേരുവകളാണ് ഈ ചിക്കൻ സ്ട്രോഗനോഫ് ഉണ്ടാക്കാൻ വേണ്ടിയത്. നമുക്ക് ആദ്യമായിട്ട് ഈ ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുന്നു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് 10-15 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊന്ന് മാരിനേറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഒരു പാനിലേക്ക് ബട്ടർ ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർക്കാം. ബട്ടർ ഒലിവ് ഓയിൽ ചൂടായി നമുക്കിതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളിട്ടൊന്ന് ചെറുതായി ഫ്രൈ ചെയ്ത് എടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമ്മളൊന്ന് ചെറുതായി ഫ്രൈ ചെയ്ത് എടുത്തു. ഇനി ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം വഴറ്റിയെടുക്കാം. ആദ്യമായിട്ട് വെളുത്തുള്ളി ചേർക്കുന്നു, സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. സവാള ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ബ്രോക്കലി ചേർക്കാം. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ചേർക്കാം. പച്ചക്കറികളെല്ലാം വഴന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുകയാണ്. കറിക്ക് കൊഴുപ്പ് കിട്ടാനാണ് ഈ മൈദ ചേർക്കുന്നത്. മൈദ ചേർക്കുന്നതോടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ഇതിലൂടെ ചേർക്കുന്നു.
1/2 ടീസ്പൂൺ വോസ്റ്റർഷെയർ സോസ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒരു ടീസ്പൂൺ മസ്റ്റർഡ് സോസ് ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ചിക്കൻ സൂപ്പ് ക്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറികളെല്ലാം ഇട്ട് സ്റ്റോക്കിലിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ എല്ലാം വെന്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ക്രീം ഇതിലേക്ക് ചേർക്കാം. ചെറുതീയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് തൈമ 1/2 ടീസ്പൂൺ തൈം അല്ലെങ്കിൽ പാഴ്സലി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നമ്മുടെ രുചികരമായ ചിക്കൻ സ്ട്രോഗനോഫ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ രുചികരമായ ചിക്കൻ സ്ട്രോഗനോഫ് വിത്ത് ബ്രോക്കലി റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്കും കമൻറ്റും അറിയിക്കും.